കേരള ലളിതകലാ അക്കാദമി ഇക്കുറി അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ അത് ഏറെ വ്രണപ്പെടുത്തുന്ന ഒരു വികല സൃഷ്ടിയായി പോയി എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തിയ ഒരു വികല സൃഷ്ടിയായിട്ടാണ് അതിനെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത്. അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കലയുടെയോ ആസ്വാദനത്തിൻ്റെയോ മേഖലകളേക്കാൾ വളരെ ദുരുദ്ദേശപരമായി ചെയ്ത ഒരു സൃഷ്ടിയാണത്. കുറ്റകരമായിട്ടുള്ള ഒന്നാണ്, നിയമപരമായി തന്നെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക, അവരുടെ പ്രതീകങ്ങളെ ദുരുപയോഗം ചെയ്ത് ചിത്രീകരിക്കുക, അങ്ങനെ സമൂഹത്തിൽ ഒരു വിഭാഗം ജനസമൂഹത്തിനെതിരെ അവമതിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനും ഇതിന് സർക്കാരിൻ്റെ പൈസ ദുരുപയോഗം ചെയ്യുന്നതിൽ സർക്കാർ ഇത്തരം കുറ്റകരമായിട്ടുള്ള സൃഷ്ടികൾക്ക് അംഗീകാരം നൽകി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ പുരസ്കാരം നൽകി അതിനെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം നൽകുകയും ചെയ്യുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഈ വികലമായ സൃഷ്ടി പിൻവലിച്ച് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തോടും ഈ പൊതുസമൂഹത്തോടും മാപ്പ് പറയാൻ അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനായിട്ട് ഉള്ളത്. നമസ്കാരം, ഷെക്കേന ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാർട്ടൂൺ വിവാദമാണ് ഷെക്കേനയും ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്നത്. ഷെക്കേന ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേകമായ നിലയിൽ തന്നെയാണ്. വിവാദങ്ങൾക്കപ്പുറത്ത് എന്താണ് സത്യമെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് പറയുവാൻ ഷെക്കേന പ്രതിജ്ഞാബദ്ധമാണ്. കാർട്ടൂൺ വിവാദം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി ചർച്ച ചെയ്യുക ഈ കാർട്ടൂൺ വിവാദം വരച്ച കാർട്ടൂണിസ്റ്റിനെയോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച ഒരു സ്ഥാപനത്തിനു നേരെയോ നടക്കുന്ന എന്തെങ്കിലും ഒരു വിവാദമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് നേരെ നടക്കുന്ന ഒരു അക്രമമായിട്ടോ അല്ല ക്രൈസ്തവ സമൂഹം ഈ കാർട്ടൂൺ വിവാദത്തെ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കുകയും അതാണ് ഷെക്കേനയുടെ നിലപാടെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ കാർട്ടൂൺ വിവാദത്തിൻ്റെ പേരിൽ തെരുവിൽ രക്തപ്പുഴ ഒഴുക്കുന്ന ഒരു സമീപനത്തിലേക്ക് ക്രൈസ്തവ സമൂഹം പോയിട്ടില്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയാണ് ക്രൈസ്തവ സമൂഹം ഈ സമരപരിപാടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന സൂചന കൂടി ആണ് ഈ ചർച്ച തുടങ്ങും മുമ്പ് ഷെക്കേനയ്ക്ക് മുമ്പോട്ട് വെക്കുവാനുള്ളത്. 3, ഒരു കാർട്ടൂണിന് അതിന് ഒരു പുരസ്കാരം നൽകുമ്പോൾ ഇതാണ് അംഗീകരിക്കപ്പെടേണ്ട ഹാസ്യമെന്ന് കേരള ജനതയോട് പറയാതെ പറയുകയാണോ സർക്കാർ എന്നതാണ് ഈ ചർച്ചയുടെ മുഖ്യമായ ചർച്ചാ വിഷയമായി ഷെക്കേന കണക്കാക്കുകയും ചെയ്യുന്നത്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ ഉണ്ട്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനായിരുന്നു. ഒരു അവാർഡിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് പറയുവാൻ കഴിയുകയും ചെയ്യും. അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം KLCയുടെ വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ജെ ഷെറി തോമസ് ഇവിടെയുണ്ട്. അതോടൊപ്പം തൃശ്ശൂരിലെ പൊതുപ്രവർത്തകനായ സോജൻ ജോബ് ഉണ്ട്. ഒപ്പം തന്നെ ചാക്കോ കാളാമ്പറമ്പിൽ നമ്മുടെ കോഴിക്കോട് സ്റ്റുഡിയോയിലും തയ്യാറാണ്. അതിഥികൾക്ക് പ്രത്യേകമായ സ്വാഗതം. ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, നമ്മൾ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം, കാർട്ടൂൺ വിവാദം, ഇതൊരു വിവാദമായി ഈ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ തീർച്ചയായും ഒരു അനാവശ്യ വിവാദം എന്ന രീതിയിലാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കാർട്ടൂൺ അല്ല വാസ്തവത്തിൽ ഈ ചർച്ച ഉണ്ടാക്കിയത്, മറിച്ച് കാർട്ടൂണിനെ എതിർക്കുന്ന ക്രിസ്ത്യൻ സമുദായവുമല്ല വാസ്തവത്തിൽ ചർച്ചയുണ്ടാക്കിയത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ അടിയിൽ ഏതോ ഒരു രാഷ്ട്രീയ ലക്ഷ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ രാഷ്ട്രീയ ലക്ഷ്യം ഈ കാർട്ടൂൺ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് എന്നുമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാർട്ടൂണിനെ സംബന്ധിച്ചിടത്തോളം കല എന്ന് പറയുന്നതിനെ
എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ നിർവചിക്കുന്നു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത്. ഞാൻ കലയെ എപ്പോഴും നിർവചിക്കാറുള്ളത് അല്ലെങ്കിൽ സാഹിത്യത്തെ നിർവചിക്കാറുള്ളത് അത് പ്രതിബോധം എന്ന അർത്ഥത്തിലാണ്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിബോധമാണ് എപ്പോഴും ഒരു കലയായിട്ട് രൂപപ്പെടുന്നത്. അത് കാർട്ടൂണായാലും മറ്റേത് കലയായാലും സാഹിത്യമായാലും അങ്ങനെയേ സംഭവിക്കാറുള്ളൂ. ഇവിടെ സുഭാഷ് വരച്ച ഒരു കാർട്ടൂൺ വന്നിട്ട് വളരെ കാലമായി. ഹാസ്യകൈരളിയുടെ മുഖപടമായിട്ടാണ് അത് വന്നത്. അന്നൊന്നും ഇങ്ങനൊരു വിവാദമുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്നത് ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അപ്പോൾ 2 ഘട്ടങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം. അവാർഡിന് മുമ്പുള്ള കാർട്ടൂണും അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു കാർട്ടൂണും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അവാർഡ് മുമ്പുള്ള കാർട്ടൂൺ ഒരു ചർച്ചയും ഉണ്ടാക്കിയില്ല. അതെന്തുകൊണ്ട്? നമ്മളത് ആലോചിക്കേണ്ടതാണ്. അവാർഡിന് ശേഷമുള്ളൊരു കാർട്ടൂണാണ് ചർച്ചയിലേക്ക് വന്നത്. ശ്രീ ബാലേന്ദ്രൻ, ഞാനൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറയുവാനുള്ളത്. കാർട്ടൂണിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ കാർട്ടൂൺ വരച്ച ആളെയോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനത്തെയോ അല്ല ഇവിടെ എതിർക്കുന്നത്. മറിച്ച് ഒരു കൃത്യമായ അജണ്ട നടപ്പാക്കിക്കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഒരു ഹാസ്യം ആണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് നിർവചിച്ചുകൊണ്ട് അവാർഡിന് വേണ്ടി ഇത്തരം ഒരു കാർട്ടൂൺ തന്നെ തിരഞ്ഞെടുക്കുക. ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനത്തെ വിലയിരുത്തിയിട്ടില്ല, അയാൾ നൽകിയ സംഭാവനകളെ വിലയിരുത്തിയിട്ടില്ല. മറിച്ച് ഒരു കാർട്ടൂൺ മാത്രം, ആ കാർട്ടൂണിൽ കൃത്യമായി ഒരു മതത്തെ, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ആ സമൂഹവും സമുദായവും വളരെ പരിപാവനമായി കരുതുന്ന ചിഹ്നങ്ങളെ, കുരിശുരൂപമടക്കമുള്ള ചിഹ്നങ്ങളെ വികൃതമാക്കി മാറ്റിക്കൊണ്ടുള്ള ചില സിംബലുകൾ അവിടെ വരച്ചു ചേർക്കുന്നതിനെയാണോ സാംസ്കാരിക കേരളം സംസ്കാരം എന്ന പദപ്രയോഗത്തിലൂടെ ഒരു അവാർഡിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. അവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ. കാരണം ഒരു കല സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിബോധമാണ്. അവിടെ മതമുള്ളൊരു സമൂഹത്തിലാണെങ്കിൽ മതം വരും. ജനതയാണ് പ്രധാനമായ പ്രശ്നമാണെങ്കിൽ ജനത വരും. അവിടെ നമ്മളങ്ങനെ മതത്തെ കാണേണ്ടതില്ല. കാർട്ടൂണായിട്ട് അതിനെ കണ്ടാൽ മതി. ഒരു കലാകാരൻ്റെ മുമ്പിൽ വരുന്ന ഏതെല്ലാം വസ്തുക്കളെ അയാൾ കാർട്ടൂണാക്കണം. പിന്നെ ഇങ്ങനെയൊരു ചിത്രമാണോ അവാർഡിന് തിരഞ്ഞെടുത്തത് എന്നുള്ളത്, അത് അറിയപ്പെടുന്ന ആ ചിത്രം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവാർഡിന് വേണ്ടി ആ ചിത്രം അയച്ചു കൊടുത്തതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അയച്ചു കൊടുക്കാതെ ജഡ്ജിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തതാണോ ഈ ചിത്രം എന്ന് നമ്മൾ പരിശോധിക്കണം. 2 രീതിയിലാണ് അവാർഡുകൾ വരുന്നത്. ഒന്ന്, നമ്മൾ അയച്ചു കൊടുക്കണം, കലാകാരൻ അത് പരിശോധിക്കും അയച്ചു കിട്ടിയത്. അങ്ങനെ അയച്ചു കിട്ടിയ കാർട്ടൂണാണോ ഇത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബോധപൂർവ്വം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഒരു നിമിഷം അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ഇതാണ് സാംസ്കാരിക കേരളം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണോ ഒരു മതചിഹ്നത്തെ അവഹേളിച്ചു എന്ന പേരിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്? അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ, മതമുള്ള സമൂഹത്തിൽ മതത്തിൻ്റെ ചിഹ്നവും തങ്ങൾക്ക് അപമാനിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വരയ്ക്കും എന്നുള്ള നിലപാടിലേക്ക് ഏതാണ്ട് സാംസ്കാരിക കേരളം ചർച്ച ചെയ്യുന്നു. ഇതിനുള്ള മറുപടി താങ്കളാണ് പറയുന്നത്, ഒരു സാമുദായിക നേതാവെന്ന നിലയിൽ. ഇതിൽ 2 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, ഇത് വരച്ച ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ചിട്ടുള്ള കാര്യം ഒരു വശത്ത്, അതിന് മറ്റു നിയമപരമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തേത്, ഇത്തരം ഒരു കൃതിക്ക് അവാർഡ് നൽകിയത് വഴി എന്ത് സന്ദേശമാണ് ബന്ധപ്പെട്ട ആളുകൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്ത് സന്ദേശമാണ് നൽകിയെന്നുള്ളതാണ്. ഇവിടെ ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കൈവീശിയാൽ അത് അപരൻ്റെ മൂക്കിൻ തുമ്പ് വരെ എനിക്ക് വീശാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ സ്വാതന്ത്ര്യം ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിൽ കലാകാരന്മാർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ആൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും ഒക്കെ ഞാൻ അതീതനാണ്, എൻ്റെ സ്വാതന്ത്ര്യം അതിനപ്പുറത്താണ് എന്ന് വ്യക്തിപരമായി അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടികളുണ്ട്. അതിനുള്ള കൃത്യമായ നടപടികളും ഈ മേലിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാമെന്നും IPC ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത്തരം ഒരു ചിത്രത്തിന് ഒരു അവാർഡ് നൽകിയപ്പോൾ ഇതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും എന്ത് സന്ദേശമാണ് കേരള സമൂഹത്തിന് നൽകിയത് എന്നാണ്. കാരണം നിയമവിരുദ്ധമായ കാര്യങ്ങളും ഞങ്ങൾ അവാർഡിന് പരിഗണിക്കും, നിയമം തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും ഇതുപോലുള്ള ആളുകൾ വരച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു ഹാസ്യരൂപേണയാണെങ്കിലോ അല്ലെങ്കിലോ ഞങ്ങൾ പരിഗണിക്കും. അത്തരമൊരു മോശം സന്ദേശം കേരളത്തിന് നൽകിയതാണ് ഇപ്പോൾ ചർച്ചയായത്.
ഈ ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. സോജൻ ജോബ്, താങ്കൾ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. ഒരു നിയമപരമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ആരും പൊടുന്നനെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നില്ല. സഭയാവട്ടെ സമൂഹമാവട്ടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൃത്യമായി വരുന്നില്ല. ഒരു നിയമപരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ ഏതളവ് വരെ ഈ പ്രശ്നത്തെ ഒന്ന് മാറ്റാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കും? ഇപ്പോഴും നമ്മൾ സംസാരിക്കുക പൊതുവേ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ കാതലാണെന്ന കാര്യത്തിൽ ഞാൻ ഉറച്ച് പറയുന്നു. ജനാധിപത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കരഹിതമാണ്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഭരണഘടനാപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം പരിധികൾക്കും പരിമിതികൾക്കും വിധേയമാണ്. അത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയും. ആ പരിധികളിൽ ഉള്ളിലൂടെ വേണം നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാനായിട്ട്. അത് ആ പരിധികൾ വളരെ നേർത്തതാണ് നമ്മുടെ ഈ മതേതരത്വത്തിൻ്റെ നൂലുകൾ, ആ ഫാബ്രിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ മതേതരത്വത്തിൻ്റെ ചരടുകളെ ഗണ്ഡിക്കുന്ന രീതിയിൽ, മുറിച്ചു മാറ്റുന്ന രീതിയിൽ, വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് കലയുടെ ആവിഷ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ സാധ്യതമാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ശ്രീ ബാലേന്ദ്രൻ വടക്കെടുത്ത് ഇത് തന്നെയാണ് കേരള സമൂഹം ചോദിക്കുകയും ചെയ്യുന്നത്. സാംസ്കാരിക ലോകത്തോട്, സാംസ്കാരിക നായകൻ എന്ന നിലയിലാണ്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലയിലാണ് അങ്ങയോട് ഈ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നത്. ഈ മതത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നൽകേണ്ടത്? അല്ല, ഞാൻ അതിന് മുമ്പൊരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞു ഈ അവാർഡ് കൊടുക്കുന്നതിൽ ഒരു സന്ദേശവും ഇല്ല. ഞാൻ കുറേ അവാർഡുകൾ കൊടുത്തിട്ടുള്ള ആളാണ്. ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ നിർണ്ണയിക്കുന്ന പല ഘട്ടങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്, അക്കാദമി അംഗമാണ്. അവാർഡുകൾ കൊടുക്കുന്നതിൽ എന്ത് സന്ദേശമുള്ളത്? ഒരു സന്ദേശവുമില്ല. അവാർഡുകൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു, അയാളുടെ കലയ്ക്ക് കൊടുക്കുന്നു, ഇത്രയേ അതിന് മാനദണ്ഡമുള്ളൂ. അവാർഡ് കിട്ടിയ ഒരാൾക്ക് പിന്നെ അവാർഡ് കൊടുക്കുന്നില്ല. അപ്പോൾ സന്ദേശമുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ എഴുതുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഇത്തരമൊരു ചർച്ചകളിലേക്ക് കേരളം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. മതത്തെ അത് അവമാനിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നു? പണ്ട് നിർമാല്യം അവതരിപ്പിച്ച കാലത്ത് MT വാസുദേവൻ നായരുടെ നിർമാല്യത്തിലെ തുള്ളക്കാരൻ അമ്പലത്തിൻ്റെ ഇതിലേക്ക് തുപ്പുന്നുണ്ട്. ആരും ഒരു അഭിപ്രായ വ്യത്യാസവും ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇന്ത്യൻ സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ മതപരമായി ചിന്തിക്കുന്ന ഒരു സമീപനം കടന്നു വരികയും എല്ലാതിനെയും മതാത്മകമായി ചിന്തിക്കുകയും മതാത്മകമായി വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്തുമതമായാലും ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതൊരു എഴുത്തുകാരൻ്റെ പ്രതിബോധമാണ്. ആ പ്രതിബോധം എനിക്ക് തോന്നിയില്ല. അത് ആ എഴുത്തുകാരൻ വരച്ചതുകൊണ്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ശ്രീ ബാലേന്ദ്രൻ, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ക്രിസ്ത്യൻ, നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് എഴുത്തുകാരനെ അപമാനിക്കാനല്ല ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നത്. ക്രിസ്ത്യ സമുദായം ചോരപ്പുഴ ഒഴുക്കാനും തയ്യാറല്ല. പിന്നെ നമ്മൾ എന്തിനാണ് ചർച്ച നടത്തുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നു? ശ്രീ ബാലേന്ദ്രൻ വടക്കെടുത്ത് അതിനുള്ള മറുപടി ഷെറി തോമസിന്റെ കൈകളിലുണ്ട്. കാരണം എൻ്റെ മറുപടി കഴിഞ്ഞിട്ടില്ലല്ലോ. ശ്രീ ബാലേന്ദ്രൻ വടക്കെടുത്ത് അപ്പോൾ ഒരു കാര്യം കൃത്യമാണ്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എൻ്റെ മറുപടി ഇതാണ്: നമ്മുടെ സമൂഹം മതപരമായും മതാത്മകമായും ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറുകയും മനുഷ്യനെ മനുഷ്യനായി കാണാൻ മടിക്കുന്ന ഒരു സമൂഹമായി ഈ സമീപനം ഈ ചിന്താരീതികൾ, ശ്രീ ബാലേന്ദ്രൻ, ഈ സമീപനവും ഈ ചിന്താരീതികളും തുടർച്ചയായി എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ അടക്കം പ്രവാചകനെ നിന്ദിക്കുന്ന രീതിയിൽ കാർട്ടൂൺ വരച്ചതിന്റെ പേരിലുള്ള തെരുവിലുണ്ടായ പ്രകടനങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഇവിടെ ഈ ശ്രീ ബാലേന്ദ്രൻ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്താക്കി ഇവിടെ സംഭവിച്ചത് ഈ ചിത്രകാരനെതിരെ ഈ നിമിഷം പോലും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഈ ചിത്രം വരച്ചതിന്റെ പേരിൽ ഇത്ര നാളുകളായിട്ടും ആ സ്ഥാപനത്തിന്റെ നേർക്ക് ഒരു പ്രതിഷേധ പ്രകടനവും ഉണ്ടായിട്ടില്ല. മറിച്ച് സംസ്ഥാന സർക്കാർ ഒരു പുരസ്കാരത്തിലൂടെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഇതാണ് കൃത്യമായി നൽകേണ്ട ആക്ഷേപഹാസ്യം എന്ന ശ്രീ ബാലേന്ദ്രൻ, ഞാൻ പറയട്ടെ അക്കാദമി സർക്കാർ സ്ഥാപനമല്ല, ഓട്ടോണമസ് ബോഡിയാണ്. ഞാൻ പറയട്ടെ ശ്രീ ബാലേന്ദ്രൻ, സർക്കാരിന്റെ ഒരു പുരസ്കാരം അദ്ദേഹം നൽകുന്നതിലൂടെ കിട്ടുന്ന ഈ സന്ദേശം,
അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അവാർഡ് പുനഃപരിശോധിക്കുമെന്ന് പറയുവാനോ സർക്കാർ അടക്കം തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ചർച്ച ഷെക്കേന ഏറ്റെടുക്കുകയും ചെയ്തത്. ശ്രീ ഷെറി ജെ തോമസ്, താങ്കൾക്ക് പറയാം, ഇങ്ങനെ ആണോ സാംസ്കാരിക കേരളത്തിൽ സാംസ്കാരിക നായകന്മാർ അടക്കം ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ഇവിടെ ഒരു മതത്തിൻ്റെ വിഷയമല്ല ഇത്. ഇത് ക്രിസ്തു മതമോ ഇസ്ലാം മതമോ ഹിന്ദു മതമോ എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ ഏതെങ്കിലും മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്, ഡെലിബറേറ്റ്ലി ഉണ്ടാകരുത്, മനഃപൂർവ്വം ഉണ്ടാകരുത് എന്ന് പറയുന്നതിന് കാരണം അങ്ങനെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് വേണമെന്നുള്ളത് കൊണ്ടാണ്. അതേസമയം അത്തരം വ്രണങ്ങൾ ഉണ്ടാകാതെ ആശയപരമായി സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തിന് ഇത്തരം പ്രവണതകളിൽ ഇത്തരം ഈ രീതിയിലൊരു കാർട്ടൂണിലേക്ക് തന്നെ കടക്കണം? വളരെ എത്രയോ നല്ല രീതിയിൽ ഹാസ്യാത്മകമായി പല പ്രതികരണങ്ങളും നടത്താം. പക്ഷേ അതിനപ്പുറത്ത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ എന്തിനേയും നേരിടും. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തും ചോദ്യം ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു രീതി തുടർന്നു വരുന്നതിന് തടസ്സമുണ്ടാകണമെങ്കിൽ ഇനി ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലായി ഈ പറഞ്ഞ ആൾ ചെയ്തത് ഈ IPCയിലെ 295A എന്ന് പറയുന്ന ഒരു ഒഫൻസാണ്. 3 വർഷം ശിക്ഷ കിട്ടാവുന്ന, ജാമ്യമില്ലാത്ത, പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒരു ഒഫൻസാണ്. ആ രീതിയിലേക്ക് ക്രൈസ്തവരായ നിരവധി ആളുകൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വന്ന് ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും ഉണ്ടാകുന്നതല്ല. FIR രജിസ്റ്റർ ചെയ്ത് ഇയാൾ ജാമ്യം എടുക്കാൻ നടക്കണം. പക്ഷേ അത്തരം സാഹചര്യത്തിലേക്കൊന്നും പോയിട്ടില്ല ഇപ്പോഴും. അതിനർത്ഥം എന്താ? വളരെ പക്വതയോടുകൂടി സഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്കർ എന്നതുകൊണ്ടാണ്. പക്ഷേ അതിനെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശ്രീ സോജൻ ജോബ്, ഇത് തന്നെയാണോ നിയമപരമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുക? ഈ നിയമപരമായ ഒരു പരിഹാരം ഇതിന് നേടിയെടുക്കുക, ഇത് തന്നെയല്ലേ വേണ്ടത്? അതിന് പകരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ പോകേണ്ടതുണ്ടോ? നിയമപരമായി തങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. അതിന് ഇപ്പോൾ ഒരു അവാർഡ് നൽകിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ ഇതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ നിലപാട് തിരുത്തണം, ഇത് ആക്ഷേപകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതിൽ ആ ഒരു സമീപന രീതിയല്ലേ വേണ്ടത് ഇക്കാര്യത്തിൽ? വേറൊരു കാര്യം കൊണ്ട് ഒന്ന്, ലളിതകലാ അക്കാദമി ഓട്ടോണമസ് ബോഡിയാണ്, സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്ന് പറയുന്നതിനകത്തുനിന്ന് മാറ്റി ചിന്തിക്കണം. കാരണം അത് കൃത്യമായി ആർട്ടിക്കിൾ 12 ഡെഫിനിഷനിൽ വരുന്ന സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ വരുന്ന ഒന്നാണ്. അതിലെല്ലാം കാര്യം ഗവൺമെൻറ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി AK ബാലൻ അത് ഖേദം പ്രകടിപ്പിച്ചത്. KCBCയുടെ ഉത്കണ്ഠ ശരിയാണ് എന്ന് ശരിവെക്കുന്ന രീതിയിൽ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞതൊക്കെ ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് അതിനകത്ത് പൂർണ്ണമായും കൈ കഴുകിക്കൊണ്ട് ഗവൺമെൻറ് പങ്കാളിത്തം ഇല്ലാത്ത ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ഫണ്ടഡ് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടി ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ വീണ്ടും അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിൻ്റെ നിർവചനത്തിലേക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്ത് എത്തിക്കാവുന്ന ഒന്ന് തന്നെയാണത്. 2, ഇതെന്തുകൊണ്ടാണ് ഇത്രയും വിവാദം? ഇത് നേരത്തെ പറഞ്ഞ നമുക്ക് ആരും ഒരു കാർട്ടൂൺ വരച്ചു, നമ്മളാരും കണ്ടില്ല. ഈ ഹാസ്യകൈരളിയിൽ വന്നോ നമ്മൾ കണ്ടില്ല. നമ്മൾ കാണാതെ ഒരുപാട് കാര്യങ്ങൾ പോവും. റെയിൽവേ സ്റ്റേഷനിൽ പലയിടത്തും നമ്മൾ പല ചിത്രങ്ങൾ കാണും, ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇതിനൊക്കെ അവാർഡ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതാണ് അവാർഡ് കൊടുക്കേണ്ട കാര്യം എന്ന് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു അംശവടി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ വികാരങ്ങളുള്ള ഒന്നാണ്. വൈകാരികമായൊരു അതിന് ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊരു കുരിശ് ഇടിക്കേണ്ട സ്ഥലത്തൊരു ഇങ്ങനെയൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാക്ക്, ആ ഫാബ്രിക്സ്, നമ്മുടെ മതേതരത്വത്തിൻ്റെ മതപരമായ ചിന്തകളുടെ ഈ നേർത്ത നൂലുകളെ വ്രണപ്പെടുത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് സുഖം കണ്ടെത്താവുന്ന ഒരു ആണോ? അങ്ങനെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തിരുത്തേണ്ടതിന് പകരം സർക്കാർ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. വ്യക്തിപരമായി ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാണ്, അങ്ങനെ പോകരുതെന്ന് തിരുത്തേണ്ട സർക്കാർ ഇതിനെ അംഗീകരിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് എന്നാണ് സ്വാഭാവികമായും ആരും ചോദിച്ചു പോകുന്നൊരു കാര്യം അവിടെയാണെന്ന്. പിന്നെ ഇത് നിയമപരമായി നേരത്തെ പറഞ്ഞ ഭരണഘടനാപരമായി നമുക്ക് നോക്കൂ. ഭരണഘടനാപരമായ ഡിഫമേഷൻ നമുക്കുണ്ടോ? ഭരണഘടന ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇല്ലേ? റീസണബിൾ, നമുക്ക് കല അങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റുമോ? ബ്ലൂ വെയിൽ ഒരു കലയല്ലേ? ബ്ലൂ വെയിലിനെ നമുക്ക് കൊണ്ടു നടത്താൻ പറ്റുമോ? അതുപോലെ അത്തരത്തിൽ ഒരുപാട് കലാപരമായി ഗെയിമുകൾ നമുക്കുണ്ടാവും. അതെല്ലാം കലയുടെ ആവിഷ്കാരമാണോ? അത് പബ്ലിക് ഓർഡർ, അവിടെയാണ് നമ്മൾ പറഞ്ഞത് പബ്ലിക് ഓർഡർ. അത് പൊതുസമൂഹത്തിന് നല്ലതും പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ട് കലയെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധ്യതമല്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അത് റെസ്ട്രിക്റ്റഡ് ആണ്, റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത് സത്യത്തിൽ ഈ കാര്യം ഈ യാഥാർത്ഥ്യം കൂടെ ലളിതകലാ അക്കാദമിയുടെ ജൂറി അംഗങ്ങൾ മനസ്സിലാക്കണം. ശ്രീ ബാലേന്ദ്രൻ വടക്കെടുത്ത് പറയുമ്പോൾ
ഇതിനകത്ത് ചില രാഷ്ട്രീയ അജണ്ടകൾ ഒളിച്ചിരിക്കുന്നു എന്ന് താങ്കൾ തന്നെയാണ് സൂചിപ്പിച്ചത്. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ട ഈ കാര്യത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രത്യേകിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ സാംസ്കാരിക ലോകത്തെ നിയന്ത്രിക്കുന്ന മുഴുവൻ പൂക്കാസയാണെന്ന് വ്യക്തമായി കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതിൻ്റേതായ ചില അജണ്ടകൾ പൂക്കാസ എപ്പോഴും മുമ്പോട്ട് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരുകളിലെല്ലാം ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആടിനെ കൊന്ന് കറിവെക്കുന്ന മെത്രാന്റെ ചിത്രം കൈപ്പുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർക്കഥയാണോ ഇപ്പോൾ ഈ സാംസ്കാരിക ലോകത്ത് പുതിയൊരു അവാർഡ് പ്രഖ്യാപനം, തിരഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം? കാരണം അംശവടി എന്നത് ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്കർ മാത്രമല്ല ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടയന്മാർ, അതിൻ്റെ മെത്രാന്മാർ, അതിൻ്റെ മേൽപ്പെട്ട സ്ഥാനികൾ ഉപയോഗിക്കുന്ന ആധികാരികമായ ആ അടയാളത്തിൽ വളരെ വികൃതമായി ഒരു അടിവസ്ത്രം വലിച്ചു കെട്ടുന്ന രീതിയിലുള്ള ഒരു ചിത്രം വരച്ചതിനെ, ആ കാർട്ടൂണിനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുത്ത് മുമ്പോട്ട് വെച്ചതിലൂടെ ഈ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൽ ആരെങ്കിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ക്രിസ്തുമതത്തിൻ്റെ അതിൻ്റെ ആധാരമായ പല കാര്യങ്ങളും എനിക്കറിയില്ല. ക്രിസ്തുമതം എനിക്കെന്താണെന്നറിയാം, അല്ലാതെ ഈ അംശവടി എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയത് അംശവടി എന്തിനു ഉപയോഗിക്കുന്നു. ഏതായാലും ആ കാർട്ടൂണിസ്റ്റ് ക്രിസ്തുമതത്തെ വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ക്രിസ്തുമതത്തെ കളിയാക്കാനാണോ അതോ ക്രിസ്തുമതത്തെ തൻ്റെ ആവിഷ്കാരത്തിലേക്ക് കൊണ്ടുവരാനാണോ, എന്തായാലും അദ്ദേഹം പഠിച്ചിട്ടാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് മതം അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ അപമാനകരമായിരിക്കും, മതത്തെ അവഹേളിക്കുന്നതായിട്ടൊക്കെ തോന്നിയിരിക്കാം. അതിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം, എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കേരളത്തിൽ ഓട്ടോണമസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, സർക്കാരിൻ്റെ കീഴിലാണെങ്കിലും. അതുകൊണ്ട് സർക്കാർ മന്ത്രിക്കൊന്നും അതിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പറ്റില്ല. അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത്. പിന്നെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ജഡ്ജിങ് കമ്മിറ്റിയാണ്. ജഡ്ജിങ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് ഈ ലളിതകല അക്കാദമിയുടെ സെക്രട്ടറിയും അവരടങ്ങുന്ന സമിതിയാണ്. ജഡ്ജിങ് കമ്മിറ്റി തീരുമാനിക്കുകയാണിത്. അവിടെയാണ് എൻ്റെ ഒരു സംശയം. ഈ ചിത്രം അവാർഡിന് വേണ്ടി ഈ കലാകാരൻ തന്നെ സബ്മിറ്റ് ചെയ്തതാണോ അതോ ജഡ്ജിങ് കമ്മിറ്റി ഇത് തിരഞ്ഞെടുത്തതാണോ എന്നുള്ള ചോദ്യം അത് ഇന്ന് വരെ വ്യക്തമല്ല. അക്കാദമി അത് പറഞ്ഞിട്ടില്ല. അതിനിടയിലാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പരിഹാരം ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നു, ഈ ചിത്രം എഴുത്തുകാരൻ കൊടുത്തതാണ് എങ്കിൽ അത് ബോധപൂർവമാണോ, അല്ല എങ്കിൽ ഈ ജഡ്ജിങ് കമ്മിറ്റി തന്നെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ചിത്രത്തിന് അല്ലെങ്കിൽ ഈ കാർട്ടൂണിന് അവാർഡ് കൊടുത്തത് എങ്കിൽ അത് ബോധപൂർവമാണോ എന്നൊരു സംശയം നമുക്കുണ്ടാവുന്നത്. ആ കാര്യം വ്യക്തമാക്കിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ജഡ്ജിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് കൊടുത്തതാണ് എങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിക്കൂടുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും എഴുത്തുകാരെയും കലാകാരന്മാരെയും തങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാറുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പൂക്കാസയുടെ പണി അതൊക്കെ തന്നെയാണ്. ശ്രീ ബാലേന്ദ്രൻ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ല, അങ്ങനെ കല പറയുമ്പോൾ കലയാണ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന പേരിൽ എൻ്റെ മതിലിൽ ഞാൻ താങ്കളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെ കുറിച്ചോ എങ്കിലും മോശമായി എഴുതി അതല്ലല്ലോ താങ്കൾ വായിക്കുകയും സംഗീതമായി കാണല്ലേ, എഴുത്തിനെയും കലയെയും നമ്മളൊരു മതിലിനുമേ വരയ്ക്കുന്ന ഒരു ചീത്ത ചിത്രമായി കാണല്ലേ, നമ്മൾ അതിനെ വളരെ സർഗാത്മകമായി കാണുക. ആ സർഗാത്മകതയിൽ ഒരു മതചിഹ്നത്തെ അവഹേളിക്കുന്ന രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ബോധപൂർവം പരിശ്രമിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണോ ആശയ സ്വാതന്ത്ര്യം? അതല്ല, മതചിഹ്നത്തെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം മതങ്ങൾക്കുണ്ട്. എഴുത്തുകാരനില്ല, കലാകാരനില്ല. കലാകാരനാണ് അത് ആവിഷ്കരിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം സർഗാത്മക പ്രക്രിയയാണ്. അവാർഡ് നിർണയ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് ലളിതകലാ അക്കാദമിയുടെ അഡ്വൈസറി ബോർഡാണ്. ആ കമ്മിറ്റി തീരുമാനിക്കുകയും, അതാണ് ഞാൻ ചോദിച്ചത്, ഈ ചിത്രം അവാർഡിന് വേണ്ടി കലാകാരൻ സബ്മിറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ അവാർഡ് കൊടുക്കാൻ വേണ്ടി ബോധപൂർവം തിരഞ്ഞെടുത്തതാണോ? ഇതിന് ഉത്തരം പറയണം. ഇതിന് നിങ്ങൾ ഉത്തരം എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. ശരി, ഈ വിഷയത്തിൽ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ, ഇത്രയും നേരം ചർച്ച ചെയ്ത വിഷയം തന്നെയാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ?
ഇവിടെ സാറ് പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചർച്ച വേറെ രീതിയിൽ പോകും, അതിനെതിരെ മറ്റു രീതിയിൽ പോകാം. ഓട്ടോണമസ് ബോഡി എന്ന് പറയുമ്പോൾ സ്വയംഭരണ അധികാരമുള്ള ബോഡി എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ അതിന്റെ മേലുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ പോളിസി, സർക്കാർ ചില പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ പോളിസിയോട് അനുബന്ധിച്ച് നിൽക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, പോളിസിയോട് അനുബന്ധിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടാൻ അതിന് സാറ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ലളിതകലാ അക്കാദമിയുടെ ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബോധപൂർവം ചെയ്ത ഒരു കാര്യമാണിത്. ആരാണെങ്കിലും ഇത് ഒരു അവാർഡിന് തെരഞ്ഞെടുത്തതിനകത്ത് ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. ശ്രീ ബാലചന്ദ്രൻ, നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ശരി, നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയിൽ വീണ്ടും ചർച്ചയിലേക്ക് നമുക്ക് തിരികെ എത്താം. ശ്രീ ബാലചന്ദ്രൻ, ഞാൻ താങ്കൾക്ക് സമയം നൽകും എന്ന് തന്നെ ഉറപ്പ് പറഞ്ഞാണ് നമ്മൾ ബ്രേക്കിലേക്ക് പോയത്. ഇപ്പോൾ ഈ കാർട്ടൂൺ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന സംശയമാണ് താങ്കൾ അവസാനിപ്പിച്ചത്. ഇത് എടുത്തു നൽകിയതാണോ അതോ ബോധപൂർവം എടുത്തു കൊടുത്തതാണോ എന്നത് സംബന്ധിച്ച് അക്കാദമി യാതൊരു തരത്തിലുമുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് ഇതുവരെ മുതിർന്നിട്ടുമില്ല. എന്നാൽ അവാർഡിനെയും അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ന്യായീകരിക്കുന്ന രീതിയിലാണ് അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്നവർ സംസാരിക്കുകയും ചെയ്യുന്നത്. താങ്കൾ ഒരു അക്കാദമിയുടെ തലപ്പത്തിരുന്ന ആളാണ്, ആവിഷ്കാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തു നിന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഏറെ അക്രമത്തിന് ഇരയായ ആളുകൂടിയാണ് താങ്കൾ. എങ്ങനെ വിശേഷിപ്പിക്കുന്നു ഈ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിലെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ? ഞാൻ പറഞ്ഞെടുത്താണ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. ഇത് ജഡ്ജിങ് കമ്മിറ്റി ബോധപൂർവം ഈ ചിത്രത്തിന് അല്ലെങ്കിൽ ഈ കാർട്ടൂണിന് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ് എങ്കിൽ തീർച്ചയായും ക്രിസ്തുമതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കലാപമുണ്ടാക്കുകയും ആ കലാപത്തിലൂടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു രാഷ്ട്രീയ ലാഭം ലക്ഷ്യമാക്കുകയും ചെയ്തിരിക്കാം ഇടതുപക്ഷത്തിൻ്റെ കാലത്ത്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അങ്ങനെയുള്ള പല സമീപനങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൻ്റെ അനുഭവസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അവാർഡ് കൊടുക്കുന്ന കാര്യത്തിൽ സബ്മിറ്റ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ അത് എഴുത്തുകാരൻ്റെ സ്വകാര്യ താല്പര്യത്തിനനുസരിച്ചിട്ട് കൊടുത്തതാണ്. ജഡ്ജിങ് കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആ ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളുടെ രാഷ്ട്രീയം ആ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വലിയൊരു പരാജയം കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നൊരു ഘട്ടത്തിൽ പുറത്ത് വീണ്ടും ഒരു സാംസ്കാരിക മുന്നേറ്റം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് പല സംഭവവികാസങ്ങളിലൂടെയും സംശയം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതിന് രണ്ടായിട്ടാണ് വിഭജിക്കേണ്ടത് ഈ കാര്യത്തെ. ഒന്ന്, മതത്തിൻ്റെ കാര്യത്തിൽ മതം അത് ഇടപെടണം. മതത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മതം അതിൽ ഇടപെടണം. ഞാനതിന് തെറ്റു പറയുന്നില്ല മതവുമായി ബന്ധപ്പെട്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ബാലചന്ദ്രൻ ഉന്നയിച്ച അതേ വിഷയം തന്നെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ബോധപൂർവം ആയ ഒരു സമീപനം ആണ് സ്വീകരിച്ചതെങ്കിൽ ഈ ഇടതുപക്ഷം ക്രൈസ്തവ സമൂഹം ഒരു കലാപത്തിന് ഇറങ്ങിപ്പുറപ്പെടും എന്ന രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കി ആ കലാപത്തിലൂടെ എന്തെങ്കിലും നേട്ടം കൊയ്യാം എന്നുള്ള, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചിത്രകാരനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു നവോത്ഥാനത്തിൻ്റെ ചർച്ചകൾ കൊണ്ടുവരാം എന്നതൊക്കെ ആയിരിക്കാം അവർ ലക്ഷ്യം വെച്ചത് എന്നാണ് ഈ ശ്രീ ബാലചന്ദ്രൻ സൂചിപ്പിക്കുന്നത്. ഈ രീതി ആയിരിക്കുമോ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അവാർഡ് നിർണയത്തിലൂടെ ഉണ്ടായതെന്ന് KLCയെ വിശ്വസിക്കുന്നു? KCBCയുടെ അഭിപ്രായ പ്രകടനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അഭിപ്രായ പ്രകടനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ലത്തീൻ സമുദായത്തിൻ്റെ വക്താവെന്ന നിലയിൽ താങ്കൾ എങ്ങനെ ഈ വിഷയത്തെ ഇതേ രീതിയിൽ തന്നെയാണോ ഈ അവാർഡ് നിർണയം കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത്? ഞാൻ മനസ്സിലാക്കിയത് ഈ അവാർഡിന് അർഹനായ വ്യക്തി തന്നെ ഖേദം പ്രകടിപ്പിച്ചതായിട്ട് വാർത്ത കണ്ടു.
ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷവും ആ രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രതിഫലനമായി ഇത് ശരിയല്ല എന്നൊരു ധാരണയാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഈ അവാർഡിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയിലേക്ക് അയച്ചു കിട്ടിയതാണോ അല്ലെങ്കിൽ അവർ സ്വമേധയാ തിരഞ്ഞെടുത്തതാണോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെ അയച്ചു കിട്ടിയതാണെങ്കിലും തിരഞ്ഞെടുത്തതാണെങ്കിലും അവാർഡ് നിർണ്ണയിക്കുമ്പോൾ അതിൽ ഉള്ള ആളുകളുടെ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കും, അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സാമുദായികമായോ മതപരമായോ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും അവർ പ്രതികരിച്ചാലും അതെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അത്തരമൊരു പ്രവണത ശരിയല്ല. രാജ്യത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ചയായത് ഒരു അവാർഡിന് തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അതിനൊക്കെതിരെ വ്യക്തിപരമായുള്ള മറ്റു നടപടികളുമായിട്ടോ ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ അതിനും ആധികാരികമായ ഒരു അവാർഡ് നൽകാൻ കെൽപ്പുള്ള ഒരു സംവിധാനം നിയമവിരുദ്ധമായൊരു പ്രവർത്തനത്തെ, അതായത് ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് ആ കലാകാരന് വരെ ബോധ്യം വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത്. വകുപ്പ് മന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു സംവിധാനത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് അവരൊക്കെ സമ്മതിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് മറിച്ചൊന്നും പറയാനില്ല. ശ്രീ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലാണുള്ളത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, വിശ്വാസ പ്രതീകങ്ങൾ നിരന്തരമായി അവഹേളനത്തിനും ആക്രമണത്തിനും ഇരയാകുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി താങ്കൾ കണക്കാക്കുന്നുണ്ടോ? ആദ്യമായി വിശ്വാസ പ്രതീകങ്ങൾ എന്നുള്ളതിലെ പ്രതീകമെന്ന ആ വാക്കിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ദേശീയ പതാക അത് കേവലം ഒരു കഷ്ണം തുണിയല്ല, മറിച്ചത് അതിൽ ഇന്ത്യയുണ്ട്. ദേശീയ ഗാനം അതിൽ കേവലം ഒരു സംഗീതമോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ല, മറിച്ച് അതിനപ്പുറത്ത് അതിൽ ഇന്ത്യയുണ്ട്. അതുപോലെ തന്നെയാണ് ഭരണഘടന, അത് കേവലം ഒരു പുസ്തകമല്ല, അതിൽ ഇന്ത്യയുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രതീകങ്ങളാണത്. അതുപോലെ തന്നെ വിശ്വാസമേഖലയിലും മതങ്ങളിലും പ്രതീകങ്ങളുണ്ട്. ഈ പ്രതീകങ്ങളെ അപമാനിക്കുന്നത് ആ രാജ്യത്തെയോ അല്ലെങ്കിൽ ആ മതത്തെയോ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. വളരെ പ്രത്യേകമായി ഈ അടുത്ത കാലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെ അപമാനിക്കുന്നതിനുള്ള പ്രവണത അത് കൂടി വരുന്നതായി കാണുന്നുണ്ട്. അതൊരൊറ്റപ്പെട്ട സംഭവമാണ് ഈ കാർട്ടൂൺ വിവാദത്തിൻ്റേതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലുള്ള പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിജ്ഞാന കൈരളി എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റോറിയലിൽ കുമ്പസാരത്തെയും കൂദാശകളെയും, അത് ക്രൈസ്തവ സഭയുടെ കത്തോലിക്ക സഭയുടെ പ്രതീകങ്ങളാണ്, വിശ്വാസ പ്രതീകങ്ങളാണ്, അതിനെ അപമാനിക്കുന്ന വിധത്തിൽ ലേഖനങ്ങൾ എഴുതി. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയായ ലളിതകലാ അക്കാദമി ഈ വിശ്വാസ പ്രതീകങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രതീകമായ കുരിശിനെ അപമാനിക്കുന്ന വിധത്തിൽ ഒരു കാർട്ടൂൺ അവാർഡ് നൽകുവാൻ തയ്യാറായി. അപ്പോൾ ആ കാർട്ടൂൺ വരച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കേണ്ട ഒരു സ്ഥാപനം അവിടെ വിശുദ്ധമായി ക്രൈസ്തവർ കരുതുന്ന കുരിശിനെ അപമാനിച്ച് ഒരു അടിവസ്ത്രത്തിൻ്റെ ചിത്രം തുന്നിച്ചേർത്ത്, അംശവടി എന്ന് പറയുന്നത് ഇടയൻ്റെ ഐക്കണാണ്, പ്രതീകമാണ്. കുരിശെന്ന് പറയുന്നത് അതിൽ തന്നെ പവിത്രമായി കരുതുന്നതാണ്. ഈ അംശവടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ സ്ഥാനത്താണ് ഇത്തരത്തിലുള്ള വികലമായ ഒരു സൃഷ്ടി നടത്തിയത്. അതൊരു പക്ഷേ ഈ സൃഷ്ടി നടത്തിയ കലാകാരൻ്റെ മനോവൈകല്യമാകാം അതിൻ്റെ പിന്നിൽ, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അസഹിഷ്ണുതയുടെ ഒരു മനസ്സിന് മാത്രമേ അത്തരത്തിലുള്ള പ്രതീകങ്ങളെ ഇത്തരത്തിൽ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അപമാനിക്കാനുള്ള ശ്രമം എന്തിൻ്റെ പേരിലാണെങ്കിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു നിരന്തരമായ പ്രക്രിയയായി കാണപ്പെടുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസ പ്രതീകങ്ങളെ അപമാനിക്കുന്നത് നിരന്തരമായൊരു പ്രക്രിയയായി കാണുന്നു എന്നുള്ളത് അതിൽ തന്നെ ആശങ്കാജനകമാണ്. അത് തീർത്തും അപലപനീയവുമാണ്. കാരണം അത് പ്രത്യേകിച്ചും വ്യക്തികളെക്കാൾ ഉപരി സർക്കാരിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമായിരിക്കുന്ന ആളുകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അത് ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വെല്ലുവിളിക്കുന്നതായി കാണേണ്ടി വരും.
ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, വിശ്വാസികളെ ഇത്രയേറെ വ്രണപ്പെടുത്തിയ ഒരു വിഷയം ഈ കാർട്ടൂൺ വിവാദം പോലെ മറ്റൊന്നുണ്ടായിട്ടില്ല. ഈ വിവാദത്തിൽ നിന്നും അത്ര എളുപ്പത്തിൽ തലയൂരുവാൻ സർക്കാരിന് കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വാസ്തവത്തിൽ ഇത് തെറ്റാണ് എന്ന്, ഈ അവാർഡ് ദാനം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണമല്ലോ മന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നത്. അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലളിതകലാ അക്കാദമിയുടെ ജൂറിക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. സോജൻ, ഇങ്ങനെ നിരന്തരമായ അക്രമങ്ങൾക്ക് ക്രൈസ്തവ സമൂഹം വിധേയമാകുന്നുണ്ട്, അവഹേളനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്, പ്രതിരൂപങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ചർച്ച കോലാഹലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓരോ തവണയും ഒരുപക്ഷെ ഒരു ഖേദപ്രകടനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ചില വിശുദ്ധ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ വികലമായ അവഹേളനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചിത്രീകരണം വന്നപ്പോഴൊക്കെ കേരളത്തിൽ ഇതിനു മുമ്പ് വളരെ അടുത്ത സമയങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി. വലിയ തോതിൽ അത്തരം മാധ്യമങ്ങൾക്കെതിരെ കോർണർ മീറ്റിങ്ങുകൾ ഉണ്ടായി. അങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവാർഡുകളിലൂടെ ഇവയൊക്കെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേവലമായ എന്ത് നടപടി ഇതുവരെയുള്ള പ്രതിഷേധങ്ങൾ കൊണ്ട് എന്ത് തരത്തിൽ ഉള്ള ഒരു സമൂഹത്തിൽ തിരുത്തൽ വരുത്താൻ കഴിയും? നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പങ്ങളിലൊന്നാണ് ഇഗ്നോറൻസിയ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് വെച്ചാൽ നിയമം അറിയില്ല എന്നത് ഒരു ഒഴിവ് കഴിവല്ല. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് പ്രശ്നമാകുന്നു, ഞങ്ങൾക്കറിയില്ലായിരുന്നു നിയമവിരുദ്ധമാണെന്ന് ഒരു ഒഴിവ് കഴിവുമില്ല. ഇതുവരെ എന്ത് നിയമ നടപടികൾ കാലാകാലങ്ങളായി നമ്മൾ സ്വീകരിച്ചു എന്നുള്ളത് അത് ഗൗരവതരമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചിന്തിക്കേണ്ടതാണ്. എന്തെങ്കിലും നിയമ നടപടി കാര്യമാത്ര പ്രസക്തമായി നാം സ്വീകരിച്ചിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? അതിൻ്റെ അർത്ഥം ഒരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം ഇടണം എന്നുള്ളതല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സ്വതന്ത്രമായി ഏറെക്കുറെ സഞ്ചരിക്കണം. പക്ഷേ അത് മതേതരത്വത്തിൻ്റെയും മതവികാരങ്ങളുടെയും ഫാബ്രിക്കുകളെ വ്രണപ്പെടുത്താതെ പോകണം. നമ്മുടെ മനസ്സുകൾ, കാരണം അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിലെ മതേതരത്വത്തെ നാം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പം എന്ന് പറയുന്നത് മതനിരാകരണമല്ല, മതനിഷേധമല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭാവനയാണ്. അത് യൂറോപ്യൻ സങ്കല്പത്തിലെ സെക്യുലറിസം അല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അവിടെ മതനിരാകരണമാണെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യൻ സാഹചര്യം. ആ ഇന്ത്യൻ സാഹചര്യത്തിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടം മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അത് കലാകാരൻ്റെ കലാസ്വാതന്ത്ര്യം സഹിക്കാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിധിയോളം വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്, പക്ഷേ ഒരു പരിധിയോളം നമ്മൾ മനസ്സിലാക്കിയേനെ. പക്ഷേ അതിന് സർക്കാർ അംഗീകരിക്കുമ്പോൾ, അതിന് ജൂറി അംഗീകാരം കൊടുക്കുമ്പോൾ, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കാർട്ടൂണെന്ന് അടിവരയിടുമ്പോൾ സ്വാഭാവികമായും ആർക്കാണ് വിഷമം ഉണ്ടാവാതിരിക്കുക? ആ വിഷമമാണ് നമ്മൾ പറയുന്നത്. ശ്രീ ബാലേന്ദ്രൻ, ഈ ഒരു വികാരമാണ് പൊതുവിൽ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളൊരു അക്കാദമിയുടെ തലപ്പത്തിരുന്ന ആളാണ്. അവാർഡ് നിർണയങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു മാനദണ്ഡം പുലർത്തുകയും അത് പുലരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നിഷ്പക്ഷമായി തന്നെ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ശരിയായ ഒരു കൃത്യതയാണെന്ന ഒരു വിധി നിർണയം തന്നെയാണോ ഈ അവാർഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു അവാർഡ് നിർണയിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പുലർത്തപ്പെടേണ്ട മാനദണ്ഡങ്ങൾ ഇക്കാര്യത്തിൽ പാലിച്ചുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതെനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ ആരാണെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു അവാർഡ് പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്ന്, അത് സത്യസന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മന്ത്രി പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഇരുന്നവരും മന്ത്രിയും തമ്മിലുള്ള ചർച്ച മുന്നോട്ട് വെച്ച കാര്യങ്ങളാണോ ശരി? നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓട്ടോണമസ് ബോഡി എന്ന രീതിയിൽ മന്ത്രി പറഞ്ഞതല്ല അവരംഗീകരിക്കുക കമ്മിറ്റി പറഞ്ഞതാണ്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിലല്ലാതെ ലളിതകലാ അക്കാദമിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മന്ത്രി എന്ത് പറയാം? സാംസ്കാരിക രംഗത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മന്ത്രിക്ക് അഭിപ്രായം പറയാം എന്നല്ലാതെ അതിൻ്റെ ഫൈനൽ ഇതിലേക്ക് മന്ത്രിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും ഇതൊരു ചർച്ചയാക്കി എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യം പറയും, നിങ്ങൾ ഈ ചിത്രം വന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്?
ആ പശ്ചാത്തലം കൂടി നമുക്ക് മനസ്സിലാക്കണം. ശ്രീ ബാലേന്ദ്രൻ, ആ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും ആ പശ്ചാത്തലത്തിലേക്ക് പോകാം. അഡ്വക്കേറ്റ് ഷെറി, ഇപ്പോൾ ശ്രീ ബാലേന്ദ്രൻ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവാർഡ് പുനഃപരിശോധിക്കില്ല എന്ന് ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നു. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അതിന് സ്വതന്ത്രമായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രതിഷേധങ്ങളെല്ലാം വെറുതെയായി. തെരുവിൽ നിങ്ങൾ പ്രതിഷേധിച്ചതെല്ലാം എവിടെയോ അന്തരീക്ഷത്തിൽ ചുമ്മാ കിടക്കുകയാണ്. ആ അവാർഡായി നിൽക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? അവാർഡ് പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ പറയുമ്പോൾ അവർ ഇനിയും കൂടുതൽ പ്രതിഷേധം നേരിടേണ്ടി വരും. ഇപ്പോൾ അവാർഡ് പിൻവലിക്കാനായിട്ട് തയ്യാറാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് അത് ഈ രാജ്യത്തെ ഈ കുറേ ആളുകളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും വ്രണപ്പെടുത്തും. ആരുടെയാണെങ്കിലും മതവികാരങ്ങളെ ഞങ്ങൾ വ്രണപ്പെടുത്തും. അങ്ങനെ വ്രണപ്പെടുത്തുന്നവർക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കും എന്ന് പറയുന്ന ആളുകളാണ് ഇത്തരം അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ അവർ ശക്തിയായ പ്രതിഷേധം നേരിടേണ്ടി വരും. ആ രീതിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പക്വമായ പ്രതികരണങ്ങളാണ് നടക്കുന്നത്. ഒരുപക്ഷെ പക്വമായ പ്രതികരണത്തിന് കൃത്യമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ, പ്രതിഫലനം ഉണ്ടായില്ലെങ്കിൽ പ്രതികരണത്തിന് പല രീതിയിലേക്കും മറ്റു പല ആലോചനകളുമൊക്കെ വേണ്ടി വരുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുവായി ഇപ്പോൾ കത്തോലിക്ക സഭ അപ്പുറത്ത് കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങളെ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ രൂപരേഖകളായിട്ടുണ്ടോ? അത്തരം ആലോചനകളുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് പല രീതിയിലുള്ള ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ അവാർഡ് പിൻവലിക്കേണ്ടി വരുമെന്ന് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ് അതൊക്കെ പ്രാരംഭഘട്ടത്തിൽ നിൽക്കുന്നത്. ഇനി മുമ്പ് സാറ് പറഞ്ഞതുപോലെ ഈ അവാർഡ് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന ഒരു വെല്ലുവിളിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങളിത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളിത് നേടിയെടുക്കും. അതായത് ആർക്ക് വേണമെങ്കിലും മുറിവുണ്ടായിക്കോളൂ, യാതൊരു പ്രശ്നവുമില്ല, അത്തരമൊരു നിലപാടാണ് അധികാരികളുടേതെങ്കിൽ സ്വാഭാവികമായും ഒരുമിച്ചുള്ള പ്രതികരണം ഉണ്ടാകും, അത്തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകും. ശ്രീ സോജൻ ജോബ്, ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ അവാർഡ് പിൻവലിക്കില്ല എന്ന ഏതാണ്ട് മറ്റൊരു ഒരു അക്കാദമിയുടെ തലപ്പത്തിരുന്ന ആൾ തന്നെയാണ് പുതിയ ഈ വിവാദത്തിൽ ഒരു അക്കാദമി അധ്യക്ഷൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇതാണ് പ്രതികരണം, ഇതിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് കഴിയില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ അവാർഡ് പിൻവലിക്കില്ല, നിലവിൽ അവാർഡ് പ്രഖ്യാപിച്ച സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് നിയമ നടപടിയിലേക്കാണ് പോകാൻ കഴിയുക? അത്തരത്തിലുള്ള ആലോചനകൾ ആരാണ് നടത്തുക? ആരാണ് നിയമ നടപടിക്ക് പോകുക? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിനെയാണ് ഈ പറയുന്ന ഓട്ടോണമസ് ബോഡി വെല്ലുവിളിക്കുന്നത്. സ്റ്റേറ്റ് മന്ത്രി നിയമിച്ച മന്ത്രിക്ക് കീഴിലുള്ളവർ പറയുന്നു പുനഃപരിശോധിക്കണം. പിൻവലിക്കണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, പുനഃപരിശോധിക്കണം. അപ്പോൾ പുനഃപരിശോധിച്ചതിന് ശേഷം അവർക്ക് പറയാം ഞങ്ങൾ പുനഃപരിശോധിച്ചു, പക്ഷേ ഞങ്ങൾക്ക് പിൻവലിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊസീജിയറൽ ഫോർമാലിറ്റി. ആ പ്രൊസീജിയറൽ ഫോർമാലിറ്റി പോലും കംപ്ലൈ ചെയ്യാൻ തയ്യാറല്ലാതെ ഞങ്ങൾ പുനഃപരിശോധിക്കാനേ തയ്യാറല്ല എന്ന് പറയുന്നത് ധിക്കാരപൂർവമായ മറുപടിയാണ്. അങ്ങനെ ധിക്കാരപൂർവ്വം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിയേക്കാൾ മുകളിൽ വേറെ മന്ത്രി കളിക്കലാണ്. അവരോട് നടപടി സ്വീകരിക്കേണ്ടത് മന്ത്രിസഭയാണ്. കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒന്നാമത്തേക്ക്. രണ്ട്, ഇത്തരത്തിൽ ഇങ്ങനെ നിലപാടുകൾ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരമാണ് നിയമപരമായ നടപടികളിലൂടെ വിധേയമാക്കപ്പെടുന്നതെന്നുള്ളത് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. അത് ഞാൻ നിയമത്തിൻ്റെ വഴിയിലൂടെ, കാരണം റൂൾ ഓഫ് ലോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതാണ്. നിയമവാഴ്ചയിലൂടെ തന്നെ കാര്യങ്ങൾ പോകണം. തീർച്ചയായിട്ടും നിയമമാണ് പുലരേണ്ടത്, ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമല്ല, നിയമമാണ് നാട്ടിൽ പുലരേണ്ടത്. നിയമത്തിൻ്റെ വഴികളിലൂടെ തന്നെ നമുക്ക് സഞ്ചരിച്ച് ഇതിന് പരിഹാരം തേടാൻ സാധിക്കും. ആ വികാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. വിഷയങ്ങൾ സ്വാഭാവികമായും ആവിഷ്കരിക്കപ്പെടണം. പക്ഷേ മറ്റാരുടെയും വികാരങ്ങളെ, ബോധങ്ങളെ, കാഴ്ചകളെ വ്രണപ്പെടുത്താതെ ജനാധിപത്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ശ്രീ ബാലേന്ദ്രൻ, ഇപ്പോൾ ആക്ഷേപഹാസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രതിയുമായി ചേർത്ത് വായിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശരിയായ ഒരു ശുദ്ധഹാസ്യത്തിൻ്റെതായ ഒരു അവസ്ഥ പോലും പലപ്പോഴും ഉണ്ടാവുന്നില്ല. അത്തരം രീതിയിൽ ശുദ്ധഹാസ്യം പ്രതിഫലിക്കുന്ന രീതിയിലുള്ള കാർട്ടൂണുകൾ മുഖ്യധാരാ പത്രങ്ങളുടെ കാർട്ടൂൺ പോക്കറ്റുകളിൽ വരുന്നുണ്ട്. പക്ഷേ ഇവയൊന്നും അവാർഡിന് പരിഗണിക്കപ്പെടില്ല. മറിച്ച് ആരെയെങ്കിലും അവഹേളിക്കുന്ന, ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തുന്ന, ആരെയെങ്കിലും മോശക്കാരായി ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും വരകൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ വ്രണപ്പെടുന്നത് ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, ഒരു പറ്റം ആളുകളുടെ മനസ്സാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സാംസ്കാരിക നായകന്മാർ മുന്നിട്ടിറങ്ങുന്നത്? നമ്മൾ ഈ ഹാസ്യത്തെക്കുറിച്ച് അധികം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നടന്നു പോകുന്ന ഒരാൾ പെട്ടെന്ന് കെട്ടിമറിഞ്ഞ് വീഴുമ്പോൾ അകലെ നിൽക്കുന്നത് നമ്മൾ ചിരിച്ചു പോകും. ഒരാളുടെ അപജയമാണ് നമ്മളിൽ ചിരി ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് മതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായി പോയി എന്ന് മാത്രം.
അപ്പോൾ ഹാസ്യം എവിടെ നിന്ന് പണ്ട് കുട്ടിക്കൃഷ്ണമാരാർ കുഞ്ചൻ നമ്പ്യാരുടെ ഹാസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എവിടെയാണ് ഹാസ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായിരുന്നു. അപ്പോൾ ഹാസ്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഹാസ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു ഹാസ്യത്തെ ഒരാൾ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ച് നേരത്തെ ഈ സാജൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ട്. അവാർഡ് കമ്മിറ്റി പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അവാർഡ് കമ്മിറ്റിയെ മാറ്റണം, അല്ലാണ്ട് പുനഃപരിശോധിക്കാൻ പറ്റില്ല. ഇതേ കമ്മിറ്റീനെ വെച്ചിട്ട് പുനഃപരിശോധിക്കാൻ പറ്റും. അപ്പോൾ വേറൊരു വിലയിരുത്തലാണ് ഉണ്ടാവുക. ആ വിലയിരുത്തൽ നടത്തണമെങ്കിൽ ഭരണഘടനാപരമായി ഒരു ലളിതകലാ അക്കാദമിയുടെ ഭരണഘടനാപരമായ പ്രശ്നം വരും. അപ്പോൾ എല്ലാ അവാർഡുകളും പുനഃപരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഈ അവാർഡ് പുനഃപരിശോധിക്കുക എന്ന് പറയുമ്പോഴും അവാർഡ് പിൻവലിക്കുക എന്ന് പറയുമ്പോഴും ഒക്കെ ഉള്ള പല ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഭംഗിയുള്ളതാണെങ്കിലും എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ അവാർഡുകളും റദ്ദ് ചെയ്തുകൊണ്ട് ഈ പുതിയൊരു അവാർഡ് പ്രഖ്യാപിക്കാൻ ലളിതകലാ അക്കാദമിക്ക് ഇനി കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഇത് അയച്ചു കൊടുത്തിട്ട് പരിശോധിച്ചതാണോ, ജഡ്ജിങ് കമ്മിറ്റിയുടെ അവരുടെ താല്പര്യത്തിന് പരിശോധിച്ചതാണോ? അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ അവാർഡ് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഒരു പ്രായോഗിക നിഗമനത്തിൽ എത്താൻ നമുക്ക് കഴിയുള്ളൂ. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾ ഇത്തരം കമ്മിറ്റികളിലുള്ള ഒരാളാണ്. ഇത്തരം അവാർഡുകൾ നിർണയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവാർഡ് പുനഃപരിശോധിക്കുക അല്ലെങ്കിൽ പിൻവലിക്കുക, ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്? അല്ലെങ്കിൽ ഏതൊക്കെ കടമ്പകൾ കടന്ന് ഇനി അത് മുമ്പോട്ട് പോകാൻ കഴിയും? അതോ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു നവോത്ഥാന സങ്കല്പത്തെ തകർത്ത് കളയും എന്നുള്ള ഭീഷണി സാംസ്കാരിക ലോകത്ത് നിന്ന് ഉയരുകയും സർക്കാർ അടക്കം ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമോ? ഒറ്റ കാര്യമുള്ളൂ, അവാർഡുകൾ ഇപ്പോൾ പ്രായോഗികമല്ല അത് മാറ്റാൻ. ഇതിലാകെ ഒരു ലക്ഷ്യം നടക്കാൻ പറ്റുള്ളൂ. കാരണം അവാർഡ് കിട്ടിയ ആൾ എനിക്ക് ആ അവാർഡ് വേണ്ട എന്ന് പറയുക, അങ്ങനെ അത് നിഷേധിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ അവാർഡ് പുനഃപരിശോധിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അവാർഡ് നിർണ്ണയിക്കുന്ന ഒരു ഘടന. അവിടെ ഒരു മന്ത്രിക്കും ഇടപെടാൻ പറ്റില്ല, ഈ അക്കാദമിയുടെ പ്രസിഡൻറ്റിനും ഇടപെടാൻ പറ്റില്ല. കാരണം ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ പുറമേ ഉള്ളവരാണ്. അവർ കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരായിരിക്കും. അവരുടെ അഭിപ്രായമാണ് അത് രേഖപ്പെടുത്തി. ആ അഭിപ്രായത്തെ തിരുത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ വേറെ അവാർഡ് കമ്മിറ്റീനെ വെക്കേണ്ടി വരും. വേറെ അവാർഡ് കമ്മിറ്റീനെ വെക്കുമ്പോൾ അതുവരെ എടുത്ത നിലപാടുകളും അതുവരെ എടുത്ത മിനിറ്റ്സുകളും മുഴുവൻ തെറ്റായി മാറും. അപ്പോൾ എല്ലാ അവാർഡുകളും റദ്ദ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാർട്ടൂൺ തർക്കം അവസാനിക്കണമെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവാർഡ് കിട്ടിയ ആൾ തനിക്ക് ഈ അവാർഡ് വേണ്ട എന്ന് പറയണം. അങ്ങനെയാണ് ഇത് റദ്ദ് ചെയ്യാൻ കഴിയുള്ളൂ. വേറൊരു മാർഗവും അതിൽ. ശ്രീ ബാലചന്ദ്രൻ, നമുക്ക് ചർച്ചയിലേക്ക് തിരികെ വരാം. ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമാണ്. ചർച്ചയിലേക്ക് തിരികെ വരാം. ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു നിന്നും ഈ കേരളത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും കൂടെ നടന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു. പ്രളയമടക്കമുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ വരച്ച ധാരാളം കാർട്ടൂണുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു പാർട്ടി ഓഫീസിലെ പീഡനത്തിൻ്റെ തീവ്രത അളക്കുവാൻ മാപിനി ഉപയോഗിച്ച സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മതചിഹ്നത്തെ അവഹേളിക്കുന്ന രീതിയിൽ, കൃത്യമായി തിരഞ്ഞു പിടിക്കുന്ന രീതിയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത ഒരു കാര്യത്തിന് അവാർഡ് കൊടുത്തതിൽ തന്നെയാണ് ഈ കടുത്ത പ്രതിഷേധവും അതോടൊപ്പം വേദനയും അമർഷവും ഒരു സമുദായം പ്രകടിപ്പിക്കുന്നത്. കുരിശ് പോലെ വിശ്വാസികളുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെയാണ് തള്ളിപ്പറയുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിൽ ഒരു കാർട്ടൂൺ വരയ്ക്കുകയും അതിനെ അവാർഡ് നൽകിക്കൊണ്ട്, പുരസ്കാരം നൽകിക്കൊണ്ട് ആദരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വേദനയോടെ സാംസ്കാരിക ലോകം എന്തുകൊണ്ട് മുഖം തിരിച്ചു നിൽക്കുന്നു? സാംസ്കാരിക ലോകം അത് മുഖം തിരിച്ചു നിൽക്കുന്നതിന് ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു അനാവശ്യമായ വിവാദമാണ്. കാരണം ഇതൊരു സത്യത്തിൽ ഈ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതിന് ഞാൻ ഉത്തരം പറയുന്നില്ല. ഉണ്ടാക്കിയത് ക്രിസ്തുമതമാണെന്നോ ഞാൻ പറയുന്നില്ല. ഉണ്ടാക്കിയത് ജഡ്ജിങ് കമ്മിറ്റി അംഗമാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാർട്ടൂൺ വരച്ചത് പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകളും മറ്റു ചില കന്യാസ്ത്രീകളുടെ സമരങ്ങളും ഒക്കെ നടന്ന ഒരു കാലഘട്ടത്തിലാണ്, പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം വരുന്നത്. അതുകൊണ്ട് ഈ ചിത്രത്തിന് ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ബേസ് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ പൊളിറ്റിക്കൽ ബേസിലേക്ക് നമ്മൾ വരണം. ഏത് ചിത്രത്തിനും ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട് എങ്കിൽ
തീർച്ചയായും ക്രിസ്തുമതം ക്രിസ്തു മതവിഭാഗങ്ങൾ പറയുന്നത് ഞങ്ങൾ അപമാനിച്ചു എന്ന് പറയുന്നതിൽ ഞാനതിന് തെറ്റ് പറയുന്നില്ല. ഞാനൊരു കലാകാരനായി നിന്നുകൊണ്ട് മാത്രം സംസാരിച്ചു എന്നേ ഉള്ളൂ ഈ ഇത് മാത്രമേ. അങ്ങനെ ഒരു തെറ്റുണ്ട് എങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം, ക്രിസ്തുമതം അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള അവകാശം, അത് പ്രതിരോധിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പറയുക, ഇതൊരു കാർട്ടൂണല്ലേ, നിങ്ങൾക്കതൊരു കാർട്ടൂണായി മാത്രം കണ്ടാൽ പോരെ, അതിനെ തള്ളിക്കളഞ്ഞുകൂടെ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഞാനൊരു മാനവികതയുടെ തലത്തിൽ നിന്നൊരു എഴുത്തുകാരനായ ഞാൻ ചോദിക്കുക. ശ്രീ ബാലേന്ദ്രൻ, താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഷെറി, ഒരിക്കലും ഒരു ക്രൈസ്തവന് അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രമായ കുരിശിനെ ഇത്തരം വികലമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തെ കേവലം ഒരു കാർട്ടൂൺ എന്ന നിലയിൽ തള്ളിക്കളയാൻ കഴിയുമോ? ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുമോ? അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമല്ലേ ഇത്? ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വരച്ച കാർട്ടൂൺ ആണെന്നുള്ള ആരോപണം കൂടി ശ്രീ ബാലേന്ദ്രൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ രാഷ്ട്രീയ മുഖം കൂടി ചർച്ച ചെയ്തു പോകേണ്ടതല്ലേ? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിശ്വാസിയുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രത്തെ വികലമാക്കുന്ന ഈ രീതിയോട് എങ്ങനെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു? ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളിൽ രാഷ്ട്രീയ മുഖമുണ്ട് എന്നുള്ളത് ചില സൂചനകൾ നൽകി വരുന്നു. ഇപ്പോൾ ഈ അവാർഡ് പിൻവലിക്കില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുമ്പോൾ, അങ്ങനെ അവർ കർക്കശമായി പറഞ്ഞിട്ടും അതിനെതിരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരാണുള്ളതെങ്കിൽ അത് ചില സൂചനകൾ നൽകുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. മാത്രമല്ല, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ വരച്ച ആളുടെ പശ്ചാത്തലം, അത് ഏത് സാഹചര്യത്തിൽ അവിടെ എത്തി, അത്തരം കാര്യങ്ങളെയും കൂടിയൊക്കെ വിശദമായ അന്വേഷണങ്ങൾ വേണം. പിന്നെ അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, ഇതൊരു കാർട്ടൂൺ അല്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ മതവികാരം വ്രണപ്പെട്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അത് വരച്ച ആൾ മാത്രമല്ല. ഇപ്പോൾ എന്നെ ഇപ്പോൾ ഔട്ട്റേജിങ് ദ റിലീജിയസ് ഫീലിങ്സ്, അങ്ങനെ എൻ്റെ മതപരമായ എൻ്റെ ഒരു വികാരത്തിന് ഒരു വ്രണമുണ്ടാക്കിയോ ഇല്ലേ എന്ന് വരച്ച ആൾക്ക് മാത്രമല്ല തീരുമാനിക്കാനുള്ള അധികാരം. അത് കാണുകയും കേൾക്കുകയും അതിൻ്റെ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിയത് കൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് വരച്ച ആൾ അയാൾ എന്തുദ്ദേശത്തിൽ വരച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ച വഴിതിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ വരും. അങ്ങനെ വരുന്നത് ഇത് പിൻവലിക്കാൻ തയ്യാറല്ലെങ്കിലാണ്. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മറ്റു ഗൂഢ ഉദ്ദേശങ്ങളുമൊക്കെ പുറത്തു വരാം. അങ്ങനെ ഒരു സാഹചര്യം ശ്രീ സോജൻ ജോബ്, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ വേദന ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഒരു തൃശ്ശൂരിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിശ്വാസ സമൂഹങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും അവരുടെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ സാംസ്കാരിക ലോകത്തിൻ്റെ മുഖംതിരിയൽ അടക്കമുള്ള വിഷയം വിശ്വാസികളുടെ ഹൃദയത്തെ എത്രത്തോളം വേദനിപ്പിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം നേരത്തെ ബാലേന്ദ്രൻ സാർ ചോദിച്ചതിൻ്റെ ഒരു അഡീഷണൽ മറുപടി കൂടിയാണ്. ഈ അംശവടി എന്ന് പറയുന്നത് അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളിൽ, എന്ന് വെച്ചാൽ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഒരു മെത്രാൻ സഭ ഉള്ള പാരമ്പര്യമുള്ള സഭകളുടെ പൈതൃകമായ അധികാര ചിഹ്നവും പൈതൃകമായ അജപാലനത്തിൻ്റെ ഭാഗവുമാണത്. അതാണ് അംശവടി, അജപാലനം. ഇടയദണ്ഡാണത്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന ഇടയൻ. അപ്പോൾ ആ ഇടയൻ്റെ അടുത്ത ഇടയനോടുള്ള ചേർന്ന് വെക്കുന്നതാണത്. ആ വടിയിൽ ഉള്ള അംശത്തിലുള്ള ഭാഗമാണ് കുരിശ്, ക്രിസ്തുവിൻ്റെ കുരിശ്, ക്രൂശിതൻ്റെ രൂപം. ഈ ക്രൂശിതൻ്റെ രൂപം എത്ര വികാരത്തോടെയാണ് സാധാരണ ആളുകൾ, ഒരു കുരിശ് എവിടെ കണ്ടാലും കുരിശ് വരയ്ക്കുന്നവരാണ് സാധാരണ വിശ്വാസം. കുരിശ് രൂപം എവിടെ കണ്ടാലും പൊതുവെ വഴിയിലൊക്കെ യാത്ര ചെയ്യുന്നിടത്ത് ബഹുമാനത്തോടെ നോക്കുന്നവരാണ്. മെത്രാൻ്റെ കയ്യിലുള്ള കുരിശിനെ എത്രയോടെ സ്നേഹത്തോടെ കാണുന്നവരാണ്. മെത്രാനെക്കുറിച്ച് വിവാദം ഉണ്ടാകാം. ആ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. പക്ഷേ അവിടെ കാണിക്കുന്ന കുരിശിന് പകരം ഇത്തരത്തിൽ വളരെ മോശമായി, വളരെ മ്ലേച്ഛമായി, വളരെ നമ്മുടെ വികാരങ്ങളെയൊക്കെ വളരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് സഹിക്കാനാവും? എങ്ങനെയാണ് സാധാരണഗതിയിൽ എത്ര വിഷമമുണ്ടാക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ? സോജൻ, നമ്മൾ ഒരു മെത്രാൻ്റെ കാര്യത്തിലോ ഒരു പ്രത്യേക വ്യക്തിയുടെ കാര്യത്തിലോ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ കാര്യത്തിലോ അല്ല ഈ ചർച്ചയെ സമീപിക്കുന്നത്. മറിച്ച് ഇടയദണ്ഡ് പൊതുവിൽ ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുടെ മേൽപ്പെട്ട സ്ഥാനികളുടെ അധികാര ചിഹ്നമാണ്. അതാണ് പൂജ്യമായ നിലയിൽ ക്രിസ്തുവിൻ്റെ കുരിശോടുകൂടി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ പൂജ്യമായ കുരിശിൻ്റെ സ്ഥാനത്തേക്കാണ് ഒരു അടിവസ്ത്രം വലിച്ച് കെട്ടി ഒരു കാർട്ടൂൺ എന്ന വികലമായ ഒരു കാര്യം മുമ്പോട്ട് വരികയും അതിന് പുരസ്കാരം കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ വേദന എവിടെ അവസാനിക്കും, എങ്ങനെ അവസാനിക്കും? അത് വളരെ കൃത്യമായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ ഇടയദണ്ഡനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ് ഇടയദണ്ഡനെ കാണിക്കുന്നത്.
ആ ഇടയദണ്ടിൽ കാണുന്ന കുരിശിനെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെയാണ് ക്രൈസ്തവ സമൂഹം നോക്കിക്കണ്ടിട്ടുള്ളത്. അവിടെ ഇത് കാണുന്നത് എത്ര മേൽ അതിന് വിഷമമുണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് വളരെ വളരെ വേദനാജനകമായ കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒന്നാമത് അത് വളരെയേറെ വേദനാജനകമാണ്. ആ അങ്ങേയറ്റത്തെ വേദന സഹിക്കുന്നിടത്തുനിന്നാണ് സർക്കാർ അതിന് പുരസ്കാരം കൂടെ നൽകുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? വളരെയേറെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തെ സർക്കാർ അംഗീകരിക്കുക, ഇനി അംഗീകരിച്ചത് പിൻവലിക്കില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ ഉണ്ടാവുന്നു. ഇപ്പോൾ മന്ത്രി പറഞ്ഞാലും ഞങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അത് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഫാബ്രിക്സ് വളരെ നേർത്ത നൂലുകളെ, ചരടുകളെ ആസൂത്രിതമായി വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇവിടെ ഈ ചർച്ച ഒന്ന് നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയ പരിമിതി മൂലം വിശ്വാസികളുടെ മനസ്സിന് ആഴത്തിലേറ്റ മുറിവാണ് കാർട്ടൂൺ വിവാദം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാംസ്കാരിക ലോകവും ആ വികാരത്തെ അതേപോലെ തന്നെ സ്വീകരിക്കുന്നു എന്നാണ് ശ്രീ ബാലചന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ സഭയും സമുദായവും അഭിമുഖീകരിക്കുന്ന കടുത്ത വേദനയും അമർഷവും ഇവിടെ മറ്റ് അതിഥികൾ പങ്കെടുക്കുകയും അവർ പങ്കുവെക്കുകയും ചെയ്തു. ഈ കാർട്ടൂൺ പിൻവലിച്ചാലും, ഈ അവാർഡ് പിൻവലിച്ചാലും വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവ് ആ മുറിവായി തന്നെ തുടരുകയും ചെയ്യും. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ, വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോയ ഈ കാർട്ടൂൺ വിവാദം വിശ്വാസികളുടെ മനസ്സിലേറ്റ മുറിവായി ഉണങ്ങാതെ തന്നെ തുടരും എന്ന് തന്നെയാണ് ഈ ചർച്ച വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ബാലചന്ദ്രൻ വടക്കേടുത്ത്, അഡ്വക്കേറ്റ് ഷെറി, അഡ്വക്കേറ്റ് സോജൻ ജോബ്, ചാക്കോ കാളാമ്പറമ്പിൽ എന്നിവർക്ക് നന്ദി. ഷെക്കേന ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകും.